എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. മാർച്ച് 19, 1937. ഇന്ന് ഞങ്ങളുടെ മഠത്തിൽ നടക്കുന്ന ആരാധനയിൽ ക്രാക്കോവിൽ 40 മണി ആരാധന. ഞാൻ അരൂപിയിൽ പങ്കുചേർന്നു. എന്നാൽ എൻ്റെ ആത്മാവ് ദാരുണമായ വേദന അനുഭവിച്ചു കൊണ്ടിരുന്നു. അസാധാരണമായ ഭയത്താൽ എൻ്റെ ഹൃദയം വ്രണിതമായി. അതിനാൽ ഞാൻ ഇരട്ടി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ദൈവത്തിൻ്റെ കടാക്ഷം എൻ്റെ ഹൃദയാന്തർഭാഗത്ത് പതിക്കുന്നതായി അനുഭവപ്പെട്ടു. വളരെ രുചികരമായ പ്രാതൽ കഴിക്കാനായിരുന്നപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഈ ദാനങ്ങൾക്കായി നന്ദി പറയുന്നു. എന്നാൽ എൻ്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി ദാഹിക്കുകയാണ്. ഭൗമികമായ ഒന്നും എനിക്ക് രുചികരമല്ല. അങ്ങേ സ്നേഹത്തിൻ്റെ പോഷണമാണ് ഞാൻ ആശിക്കുന്നത്. ഇന്ന് ഏതോ നിഗൂഢമായ ശക്തിയാൽ പ്രവർത്തിക്കാൻ ഞാൻ നിർബന്ധിതയായി. ഈ ആകർഷണത്തെ ഞാൻ ചെറുത്ത് നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ അതിനെ ഉടനെ തന്നെ അനുഗമിക്കും. മാർച്ച് 21, 1937. ഓശാന ഞായർ. ഈശോയുടെ സഹനത്തിലും വേദനയിലും എൻ്റെ ആത്മാവ് ആഴ്ന്നുപോയി. ആ ജൈത്രയാത്രയിൽ എത്രമാത്രം അവിടുന്ന് സഹിച്ചുവെന്നത് ഈശോ എനിക്ക് മനസ്സിലാക്കി തന്നു. ഹോസാന എന്നത് ക്രൂശിക്കുക എന്നതായി ഈശോയുടെ ഹൃദയത്തിൽ പ്രതിധ്വനിക്കുകയായിരുന്നു. ഇതൊരു പ്രത്യേക തരത്തിൽ അനുഭവിക്കാൻ ഈശോ എന്നെ അനുവദിച്ചു. എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ചാപ്പലിൽ നടക്കുന്ന പീഡാനുഭവ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഡോക്ടർ എന്നെ അനുവദിച്ചില്ല. അതിനാൽ ഞാൻ എൻ്റെ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് അടുത്ത മുറിയിൽ നിന്ന് മണിയടിക്കുന്ന ശബ്ദം കേട്ടു. ഞാൻ ചെന്നു. വളരെ രോഗാവസ്ഥയിലായിരുന്ന ഒരു വ്യക്തിയെ ശുശ്രൂഷിച്ചു. മടങ്ങി മുറിയിൽ വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ കർത്താവ് ഈശോയെ കണ്ടു. അവിടുന്ന് പറഞ്ഞു, എൻ്റെ മകളെ, എനിക്ക് ചെയ്ത ഈ ശുശ്രൂഷ വഴി വളരെ നേരം പ്രാർത്ഥിക്കുന്നതിലും കൂടുതലായി നീ എന്നെ പ്രീതിപ്പെടുത്തി. ഞാൻ പറഞ്ഞു, എന്നാൽ ഈശോയെ, അങ്ങേയല്ലല്ലോ, ഒരു രോഗിയെയാണല്ലോ ഞാൻ ശുശ്രൂഷിച്ചത്. കർത്താവ് എനിക്ക് മറുപടി നൽകി, അതെ എൻ്റെ മകളെ, നിൻ്റെ സഹോദരനോട് നീ ചെയ്യുന്നതെല്ലാം എനിക്ക് തന്നെയാണ് നീ ചെയ്യുന്നത്. ഓ എൻ്റെ ഈശോയെ, എനിക്ക് ജ്ഞാനം നൽകണമേ. ഓ നാഥ, അങ്ങയെ കൂടുതൽ അറിയാൻ മാത്രമായി അങ്ങയുടെ വെളിച്ചത്താൽ പ്രകാശിതമായ ഒരു വിശാല മനസ്സ് എനിക്ക് നൽകണമേ. ഞാൻ അങ്ങയെ കൂടുതൽ അറിയും തോറും എൻ്റെ സ്നേഹത്തിൻ്റെ ഏക വിഷയമായി അങ്ങയെ കൂടുതൽ തീവ്രമായി ഞാൻ സ്നേഹിക്കും. എൻ്റെ ആത്മാവ് അങ്ങയിൽ ആഴ്ന്നു പോകുകയും എൻ്റെ ഹൃദയം അങ്ങയിൽ ലയിച്ചു പോകുകയും ചെയ്യട്ടെ. ഭാഗികമായി സ്നേഹിക്കാൻ എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ ആത്മാവിൻ്റെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി സ്നേഹിക്കാനേ എനിക്കറിയൂ. ഓ കർത്താവേ, അങ്ങ് തന്നെയാണ് അങ്ങയോടുള്ള എൻ്റെ ഈ സ്നേഹം എന്നിൽ ഉദ്ദീപിപ്പിച്ചത്. എൻ്റെ ഹൃദയം നിത്യമായി അങ്ങയിൽ ലയിച്ചു പോയി. മാർച്ച് 22, 1937. ഇന്ന് ഞാനൊരു പ്രത്യേക വ്യക്തിയോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പുറമെ അവൾ വളരെ സന്തോഷവതിയായും ഒന്നും സഹിക്കാത്തതുപോലെയും കാണപ്പെട്ടെങ്കിലും അവൾ അരൂപിയിൽ വളരെയേറെ സഹിക്കുന്നതായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അവളെ അസ്വസ്ഥപ്പെടുത്തുന്നത് ഒരു പ്രലോഭനം മാത്രമാണെന്ന് അവളോട് പറയാൻ എനിക്കൊരു ഉൾപ്രേരണ തോന്നി. അവളെ പീഡിപ്പിക്കുന്നത് എന്തെന്ന് അവളോട് വെളിപ്പെടുത്തിയപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു. ഇത് എന്നോട് സംസാരിക്കാൻ ഉദ്ദേശിച്ച് മാത്രമാണ് എന്നെ കാണാൻ വന്നതെന്നും ഇതിലൂടെ ആശ്വാസം ലഭിക്കുമെന്ന് പ്രത്യാശിച്ചെന്നും അവൾ എന്നോട് പറഞ്ഞു. ആത്മാവ് ഒരു വശത്ത് ദൈവത്തിൻ്റെ കൃപയാലും മറുവശത്ത് ലോകമോഹങ്ങളാലും ആകർഷിക്കപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു ആ സഹനം. കൊച്ചുകുട്ടിയെപ്പോലെ കരയുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഭയങ്കരമായ മൽപ്പിടുത്തം അവളെ കൊണ്ടെത്തിച്ചു. എന്നാൽ അവൾ സമാശ്വസിക്കപ്പെട്ട് സമാധാനത്തിൽ മടങ്ങിപ്പോയി. വിശുദ്ധ കുർബാനയുടെ സമയത്ത് വലിയ പീഡ അനുഭവിക്കുന്ന ക്രൂശിതനായ കർത്താവ് ഈശോയെ ഞാൻ കണ്ടു. അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് മൃദുവായ ഒരു ഞരക്കം പുറപ്പെട്ടു. കുറച്ച് സമയത്തിന് ശേഷം അവിടുന്ന് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ദാഹിക്കുന്നു. എൻ്റെ മകളെ, ആത്മാക്കളെ രക്ഷിക്കാൻ എന്നെ സഹായിക്കുക. നിൻ്റെ സഹനങ്ങൾ എൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് പാപികൾക്ക് വേണ്ടി സ്വർഗസ്ഥനായ പിതാവിന് സമർപ്പിക്കുക. എൻ്റെ സഹനം എൻ്റെ ശക്തിക്ക് അതീതമാണെന്ന് തോന്നുമ്പോഴെല്ലാം ഞാൻ അതേക്കുറിച്ച് പര്യാലോചിക്കാനോ വിശകലനം ചെയ്യാനോ പരിശോധിക്കുകയോ ചെയ്യാതെ ഒരു കുഞ്ഞിനെ പോലെ ഈശോയുടെ ഹൃദയത്തിലേക്ക് ഓടിച്ചെന്ന് അവിടുത്തോട് ഒരു വാക്ക് മാത്രം പറയുന്നു, അങ്ങേക്കെല്ലാം സാധ്യമാണ്. പിന്നീട് ഞാൻ മൗനം പാലിക്കുന്നു. കാരണം ഇക്കാര്യത്തിൽ ഈശോ കൊള്ളുമെന്ന് ഞാൻ അറിയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ദുഃഖിച്ചെന്നെ തന്നെ പീഡിപ്പിക്കാതെ ആ സമയം അവിടുത്തെ സ്നേഹിക്കാനായി ചെലവഴിക്കുന്നു. വിശുദ്ധ വാരത്തിലെ തിങ്കൾ. ഒരു സൃഷ്ടിക്ക് സഹിക്കാൻ സാധ്യമാകുന്ന അളവിൽ അവിടുത്തെ ദാരുണമായ പീഡാസഹനം എൻ്റെ ആത്മാവിലും ശരീരത്തിലും അനുഭവിച്ച് അവിടുത്തെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനത്തിൽ പങ്കുചേരാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ കർത്താവിനോട് യാചിച്ചു. അവിടുത്തെ ദാരുണമായ പീഡാസഹനത്തിൻ്റെ എല്ലാ കയ്പും ആവുന്നത്ര അനുഭവിക്കുവാനുള്ള അനുഗ്രഹത്തിനായി അപേക്ഷിച്ചു. വ്യാഴാഴ്ച വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം ഈ കൃപ ഒരു പ്രത്യേക രീതിയിൽ എനിക്ക് തരാമെന്ന് കർത്താവ് പറഞ്ഞു. ഈ രാത്രി ഒരു പ്രത്യേക ചെറുപ്പക്കാരൻ മരിക്കുകയായിരുന്നു.
അവൻ വളരെ സഹിച്ചുകൊണ്ടിരുന്നു. കർത്താവ് പഠിപ്പിച്ച ജപമാല അവനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ അത് മുഴുവനും ചൊല്ലി. എങ്കിലും അവൻ്റെ മരണവേദന തുടർന്നുകൊണ്ടിരുന്നു. സകല വിശുദ്ധരുടെ ലുത്തിനിയെ ചൊല്ലാൻ ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ പെട്ടെന്ന് ഈ വാക്കുകൾ കേട്ടു: കരുണയുടെ ജപമാല ചൊല്ലുക. ഈ ആത്മാവിന് പ്രത്യേക പ്രാർത്ഥനയുടെയും വലിയ കരുണയുടെയും ആവശ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ മുറിയിൽ കയറി വാതിലടച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് ആ ആത്മാവിനു വേണ്ടി കരുണയ്ക്കായി യാചിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ മഹത്വവും അവിടുത്തെ വലിയ നീതിയും എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ഭയന്ന് വിറച്ചുപോയി. എന്നാൽ ആ ആത്മാവിനു വേണ്ടി കർത്താവിൻ്റെ കരുണ യാചിക്കുന്നത് ഞാൻ നിർത്തിയില്ല. അപ്പോൾ വ്രതവാഗ്ദാന സമയത്ത് എനിക്ക് ലഭിച്ച ക്രൂശിത രൂപം എൻ്റെ നെഞ്ചിൽ നിന്നെടുത്ത് മരണാസന്നനായ മനുഷ്യൻ്റെ നെഞ്ചിൽ വെച്ചുകൊണ്ട് കർത്താവിനോട് ഞാൻ പറഞ്ഞു: ഈശോയെ, എൻ്റെ നിത്യവ്രതവാഗ്ദാന സമയത്ത് എൻ്റെ ഹോമബലിയെ എത്രമാത്രം സ്നേഹവായ്പോടെയാണ് അങ്ങ് വീക്ഷിച്ചത്. അത്രമാത്രം സ്നേഹത്തോടെ അങ്ങ് ഈ ആത്മാവിനെ കടാക്ഷിക്കണമേ. മരണാസന്നരെയും അവർക്ക് വേണ്ടി അവിടുത്തെ കരുണ യാചിക്കുന്നവരെയും സംബന്ധിച്ച് അങ്ങ് എന്നോട് ചെയ്ത വാഗ്ദാനത്തിൻ്റെ ശക്തിയാൽ നന്മരണത്തിൻ്റെ കൃപ ഇയാൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. അപ്പോൾ അയാളുടെ സഹനം അവസാനിച്ചു, സമാധാനത്തിൽ മരിച്ചു. ഓ, മരണാസന്നർക്കായി നാം എത്രമാത്രം പ്രാർത്ഥിക്കണം! കരുണയുടെ സമയത്ത് കരുണയുടെ ആനുകൂല്യം നമുക്ക് പ്രയോജനപ്പെടുത്താം. ജീവിതം മുഴുവനും, പ്രത്യേകിച്ച് മരണസമയത്ത്, ഓരോ ആത്മാവിനും ദൈവകരുണയുടെ ആവശ്യകത എത്രമാത്രമാണെന്ന് ഞാൻ കൂടുതലായി മനസ്സിലാക്കുന്നു. കർത്താവ് തന്നെ എന്നോട് പറഞ്ഞതുപോലെ ഈ ജപമാല ദൈവകോപത്തെ ശമിപ്പിക്കുന്നു. ഞാൻ എത്ര ബലഹീനയാണെന്ന് ഞാൻ അറിയുന്നു. വിശുദ്ധ കുർബാന സ്വീകരണമില്ലെങ്കിൽ ഞാൻ നിരന്തരം വീണു പോകുമായിരുന്നു. ദിവ്യകാരുണ്യ സ്വീകരണം മാത്രമാണ് എന്നെ നിലനിർത്തുന്നത്. അതിൽ നിന്നാണ് ഞാൻ ശക്തി സംഭരിക്കുന്നത്. അതിലാണ് എൻ്റെ ആശ്വാസം. ദിവ്യകാരുണ്യം സ്വീകരിക്കാത്ത ദിവസങ്ങളിലെ ജീവിതം ഞാൻ ഭയപ്പെടുന്നു. ഞാൻ എന്നെ തന്നെ ഭയപ്പെടുന്നു. തിരുവോസ്തിയിൽ മറിഞ്ഞിരിക്കുന്ന ഈശോ എനിക്കെല്ലാമാണ്. സക്രാരിയിൽ നിന്ന് ശക്തിയും ബലവും ധൈര്യവും വെളിച്ചവും സ്വീകരിക്കുന്നു. മനോവേദനയുടെ സമയത്ത് ഇവിടെ ആശ്വാസം കണ്ടെത്തുന്നു. എൻ്റെ ഹൃദയത്തിൽ ദിവ്യകാരുണ്യമില്ലെങ്കിൽ ഞാൻ എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.